ഒന്ന് തെസലോനിയൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തെസലോനിയൻസ് 2-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചത്. അത് അല്പകാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ച് അതിൻ്റെ 6 വരെയുള്ള വാക്യങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്ന ശ്രദ്ധയോടെ വേദപുസ്തകം തുറന്ന് നിങ്ങൾ അത് നോക്കണം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിക്കുവാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ, മാനം അന്വേഷിച്ചില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരു 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 ടോപ്പിക്ക് ഒരു തലക്കെട്ടിട്ടാണ് ആ വേദഭാഗം ചിന്തിച്ചത്. നമ്മൾ കൊടുത്ത തലക്കെട്ട് ഇതാണ്: ഒരു ശുശ്രൂഷയുടെ വിജയത്തിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അതോടൊപ്പം തന്നെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, അപ്പോസ്തലനായ പൗലോസ് തനിക്കെതിരെ നിൽക്കുന്ന ഒരു ഒപ്പോണൻസിനെ കണ്ടുകൊണ്ട് അവര് പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നിങ്ങളും ദൈവവും സാക്ഷി എന്ന നിലയിൽ ഒരു ഡിഫൻസ് അപ്പോസ്തലൻ അവിടെ ആക്കുന്നുണ്ട്. നിങ്ങൾ ആ വേദഭാഗം വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാം, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ അല്ല. ഞാൻ നിങ്ങളുടെ പണമോ മറ്റൊരു കാര്യവും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ താഴ്മയോടെ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ചു. അങ്ങനെയൊക്കെ ഒരു അപ്പോസ്തലൻ പറയണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, തനിക്കെതിരെ മറ്റുള്ള സഭകളിൽ പ്രയാസം ഉണ്ടാക്കിയ ആളുകൾ, ഇപ്പൊ ഗലാത്യ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയ യഹൂദന്മാരുണ്ടായിരുന്നു, കൊരിന്ത സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയ രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തെസലോനിക്ക സഭയിലും അതിൻ്റെ വെളിയിൽ നിന്ന് ഈ സഭയ്ക്കുണ്ടായ വളരെ പ്രയാസം അനുഭവിച്ചൊരു കാര്യമാണ് അവരെ രക്ഷയിലേക്ക് നടത്തിയ ശുശ്രൂഷകന്മാരെ പറ്റി അനാവശ്യം പറഞ്ഞ് പരത്തുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ ഈ സഭയെ സ്വാധീനിക്കുകയും അവരോട് ആ നിലയിൽ അപ്പോസ്തലനെ കുറിച്ചും തൻ്റെ കൂടെയുള്ള ആളുകളെ കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ ഒരു ഡിഫൻസ് എന്ന വണ്ണം, നിങ്ങൾ അറിയുന്നുവല്ലോ, നിങ്ങൾ അറിയുന്നല്ലോ, നിങ്ങൾ സാക്ഷി, ദൈവം സാക്ഷി, അങ്ങനെ വളരെ വളരെ സത്യസന്ധനായ ഒരുവനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് തെളിവ് സഹിതം അപ്പോസ്തലൻ അവിടെ നിരത്തുകയാണ് ഈ 6 വാക്യത്തിനകത്ത്. അതും നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തതിന് ദൈവസാക്ഷിയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അത് ഹൃദയത്തിന്റെ കാര്യം പറയുമ്പോഴാണ് പൗലോസ് പറയുന്നത് ദൈവസാക്ഷി. എന്നാൽ തൻ്റെ ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഉള്ള കാര്യങ്ങളെ പറ്റി അപ്പോസ്തലൻ പറയുമ്പം നിങ്ങളും ദൈവവും സാക്ഷി എന്നാണ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച 2 വാക്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ അപ്പോസ്തലൻ എഴുതുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ അവിടെ 3 പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, പോള്, സൈലസ്, തിമോത്തി, ഇവര് 3 പേരും തെസലോനിക്കയിലേക്ക് വന്നപ്പോൾ വന്നതിന്റെ റിസൾട്ടാണ് 1-ാം അധ്യായത്തിനകത്ത് അവരുടെ വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, കഷ്ടതയിൽ സന്തോഷിച്ചവർ, ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടായവർ, കർത്താവിനെ മിമിക്ക് ചെയ്തവർ, മാനിഫെസ്റ്റ് ചെയ്തവർ, വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചവർ, അനേകർക്ക് മാതൃകയായവർ,
കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇങ്ങനെ 10 കൂട്ടം കാര്യം 1-ാം അധ്യായത്തിനകത്തുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല, നിങ്ങൾ അറിയും പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നുവല്ലോ, നിങ്ങൾ അറിയുന്നത് പോലെ, ആസ് യു നോ. അങ്ങനെ പറയാൻ കാര്യം, ആരൊക്കെയോ വന്ന് പറഞ്ഞു, അദ്ദേഹം വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. മറ്റ് റിലീജിയസ് ലീഡേഴ്സിനെ പോലെ അന്നത്തെ കാലത്ത് ഈ ട്രാവലിംഗ് റിലീജിയസ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ചരിത്രങ്ങളൊക്കെ അല്പസ്വല്പം വേണമെങ്കിൽ ഇടയ്ക്ക് പറയാം. ട്രാവലിംഗ് റിലീജിയസ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവര് പണത്തിന് വേണ്ടിയും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പലരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഫോക്കസോടെയാണ് ട്രാവലിംഗ് മിഷണറിയായ പോളിനെതിരെയും അവർ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നോ ഞാൻ ആ പറഞ്ഞ ടേം? അങ്ങനെ നിങ്ങൾ അറിയുന്നുവല്ലോ, ഇതൊക്കെ നിങ്ങളുടെ അടുക്കൽ വന്നത് മറ്റേത് സഭയുടെ അടുക്കൽ പോയതിനേക്കാളും വളരെ അനുഗ്രഹമായിരുന്നു എന്നതിന്റെ തെളിവാണ് 1-ാം അധ്യായം. അത് തിമോത്തിയോസും സൈലസും ഒക്കെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് അവര് വീണ്ടും പോകുന്നുണ്ട്. 2-ാം അധ്യായത്തിനകത്തുണ്ട്, വീണ്ടും തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് 1-ാം അധ്യായം എഴുതുന്നത്. ഈ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര, ഞങ്ങളുടെ അധ്വാനം, ഞങ്ങളുടെ ശരീരത്തിന്റെ പീഡനം, അകത്തെ വിഷമങ്ങൾ ഉണ്ടായ ഒരു കാര്യങ്ങളും നഷ്ടമായില്ല, അത് വിജയമായിരുന്നു, ഫലപ്രദമായിരുന്നു എന്ന് 1-ാം വാക്യത്തിൽ തെളിയിക്കുന്നു. 2-ാം വാക്യം, നിങ്ങൾ അറിയും പോലെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അറിയും പോലെ വ്യാജം പറഞ്ഞ് പരത്തുന്ന ആ ദുരുപദേശക്കാരായ അക്രൈസ്തവരായ ജാതികളുടെ റിലീജിയസ് ലീഡേഴ്സായ അവരുടെയും കേൾക്കാൻ വേണ്ടിയാണ് അപ്പോസ്തലൻ പറയുന്നത്, തെസ്സലോനിക്കരെ, നിങ്ങൾ അറിയും പോലെ ഫിലിപ്പിയിൽ വെച്ച്, അതായത് ഫിലിപ്പിയിൽ നിന്നാണ് അങ്ങോട്ട് വന്നത്. ഞാൻ അന്ന് ഏകദേശം 100 മൈലിന്റെ ഒരു കണക്കൊക്കെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു, ആ യാത്രയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ. ഫിലിപ്പിയിൽ നിന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ 2 കാര്യം, വലിയ കഷ്ടവും അപമാനവും അനുഭവിച്ചു. അപമാനം, കഷ്ടം. ആ കഷ്ടം എന്നുള്ളത് ഫിസിക്കലായിരുന്നു, അപമാനം എന്നുള്ളത് ഒരു കാരണവശാലും നീതി ലഭിക്കാതെ, ഒരു റോമൻ പൗരന് കിട്ടേണ്ട ഒരു പരിഗണന പോലും കിട്ടാതെ അവരെ പീഡിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ലോഫുൾ ആയിട്ട് അവർക്ക് കിട്ടേണ്ട സപ്പോർട്ടൊക്കെ മാറ്റുകയും ചെയ്തു. ആ വലിയ പോരാട്ടത്തോടെ, വലിയ വേദനയോടെ, വളരെ ക്രൈസിസോടെ ദൈവത്തിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ഗോഡ്, ദ സോഴ്സ് ഈസ് ഗോഡ്, ഗോസ്പൽ ഈസ് ഫ്രം ഗോഡ്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നല്ലോ. ദൈവത്തിന്റെ സുവിശേഷമാണ്, അല്ലെങ്കിൽ കർത്താവ് തന്നെയാണ് സുവിശേഷം. ആ കർത്താവിന്റെ സുവിശേഷമാണ്. അത് ഭൂമിയിൽ നിന്നുള്ള ഒറിജിനല്ല, ദൈവത്തിൽ നിന്നുള്ള ഒറിജിനാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ആ സുവിശേഷം നിങ്ങളോട് പറയാൻ ഞങ്ങൾ ക്രിസ്തുവിൽ ധൈര്യപ്പെട്ടിരുന്നു. ഹി വാസ് കോൺഫിഡന്റ് ഇൻ ഗോഡ്സ് പവർ. അതാണ് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞത്. ഇത്രയും ക്രൈസിസ് വന്നിട്ടും, ഇത്രയും പ്രശ്നം വന്നിട്ടും, ഫിസിക്കൽ പെയിനും പബ്ലിക് ഡീഗ്രഡേഷനും ഒക്കെ വന്നിട്ടും ആ ദൈവത്തിന്റെ ശക്തിയിലുണ്ടായിരുന്ന തന്റെ കോൺഫിഡന്റ് ആണ് ധൈര്യത്തോടെ ഫിലിപ്പിയിൽ നിന്ന് തെസലോനിക്കയിൽ വന്നതും, തെസലോനിക്കയിൽ നിന്ന് ബെരോബെ ചെന്നതും, ബെരോബയിൽ നിന്ന് അഥേനെ ചെന്നതും, അവിടെ നിന്ന് കൊരിന്തി ചെന്നതും, അവിടെ നിന്ന് എഫസോസിൽ പോയതും ഒക്കെ ഹിസ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പവർ. അതെപ്പോഴും ഓർത്തോണം. ഇതാണ് ഒരു ശുശ്രൂഷ വിജയകരമായി തീരണമെങ്കിൽ ഒന്നാമതുണ്ടാകേണ്ടത്. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ സ്ഥിരമായി ക്ലാസ് കേൾക്കാറുണ്ട്. പല ആളുകൾ പല നിലകളിൽ എന്നോട് ബന്ധപ്പെടാറുണ്ട്. അവരോടൊക്കെ ആയിട്ട് ആ വചനത്തിന്റെ ആശയം, ഈ ക്രൈസിസും വേദനകളും പ്രതിസന്ധികളും ഇന്റേണലായിട്ടും പബ്ലിക് ഡീഗ്രഡേഷൻ ആയിട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുവന്റെ ശുശ്രൂഷ വിജയകരമായി തീരുന്നത് ദൈവത്തിന്റെ ശക്തിയിലുള്ള നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മുടെ കഴിവോ നമ്മുടെ ബലമോ നമ്മുടെ വിൽ പവറോ ഒന്നുമല്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയകരമായി തീരാൻ കാര്യം, ക്രൈസിസിന്റെ നടുവിൽ നമ്മൾ നിലനിൽക്കാൻ കാര്യം ദൈവത്തിന്റെ ശക്തിയിലുള്ള നമ്മുടെ കോൺഫിഡൻസ് ആണ് എന്നാണ് പരിശുദ്ധാത്മാവ് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ വാക്യം നമ്മളൊന്ന് ആരംഭിച്ചായിരുന്നു. ഇങ്ങനെയാണ്, ഞങ്ങളുടെ പ്രബോധനം
അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. പിന്നെ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഞങ്ങളുടെ പ്രബോധനം വളരെ ട്രൂത്താണ്, വളരെ ട്രൂത്താണ്. ഇതാണ് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ. അതിന്റെ ആരംഭ ഭാഗം, ഒന്നാം വാക്യം വളരെ വിശാലമായിട്ട് പറഞ്ഞായിരുന്നു. രണ്ടാമത്തെ വാക്യം, അതിന്റെ മൂന്നാമത്തെ വാക്യം, ഞങ്ങളുടെ പ്രബോധനം. പ്രബോധനം എന്ന വാക്കിന്റെ അർത്ഥം എ ക്രൈ, ആൻ അപ്പീൽ, എ കോളിംഗ്. വളരെ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, ആൻ അപ്പീൽ. ഇത് ഞങ്ങളുടെ കരച്ചിൽ, ഞങ്ങളുടെ ആലോചന, ഞങ്ങളുടെ സന്ദേശം, ഞങ്ങളുടെ പ്രബോധനം. അടുത്ത വാക്ക് അബദ്ധത്തിൽ നിന്നല്ല. അബദ്ധത്തിൽ നിന്നല്ലെന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് കം ഫ്രം എറർ. ഇറ്റ് ഡസ് നോട്ട് കം ഫ്രം എറർ. ആ വാക്ക്, ആ അബദ്ധം, തെറ്റ്, ആ ഒരു നിലയിലല്ല ഞാനിത് പറയുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ പറയുന്നത്, ഞങ്ങളൊരു ഫിലോസഫി നിങ്ങൾ കേട്ടേക്കുന്ന പോലൊരു കാര്യം പറയുകയല്ല. ഇതിന്റെ ഒറിജിൻ സ്വർഗമാണ്, ഇത് ദൈവത്തിൻ്റെതാണ്, അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള സന്ദേശമാണ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അനേകം ആളുകൾ അവരുടെ ഇടയിൽ വന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാൻ മെയ്ഡ് ഫിക്ഷണൽ സ്റ്റോറീസ് ആണ്. ആ അർത്ഥത്തിലാണ് അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുടെ സന്ദേശം ഇറ്റ് ഡസ് നോട്ട് കം ഫ്രം എറർ. അതിന്റെ അർത്ഥം ഞങ്ങളുടെ പ്രീച്ചിങ് ട്രൂത്താണ്. ഞങ്ങൾ പറയുന്നത് ഡിവൈൻലി ഇൻസ്പയർഡ് മെസ്സേജ് ആണ്. ഞങ്ങളുടെ യാതൊരു വിധമായ അബദ്ധത്തിലുണ്ടായേക്കുന്ന ആരുടെയെങ്കിലും ചിന്തകളിൽ ഉരുത്തിരിഞ്ഞ ഒരു ഫിലോസഫിക്കൽ തോട്ട്സ് അല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ട്രൂത്താണ്. അങ്ങനെങ്കിൽ അതേ കാര്യമാണ് തിമോത്തിയോസിനോട് പറഞ്ഞേക്കുന്നത്, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധിയെ സൂക്ഷിക്കുക, ഞാൻ പോയ ശേഷം വിശ്വസ്തരായവരെ അത് ഭരമേൽപ്പിക്കുക. അങ്ങനെ നമ്മൾ ആ സത്യത്തിന്റെ ജൈത്രയാത്ര ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ 2000 വർഷമായിട്ട് ആ ട്രൂത്ത് ഇങ്ങനെ കൈമാറി കൈമാറി വന്നു. ഒരു ദേവദാസൻ പറഞ്ഞിങ്ങനാണ്, ക്രൈസ്റ്റ് ആൻഡ് അപ്പോസ്റ്റൽസ് ഫോംഡ് ദ ചർച്ച്, ചർച്ച് ഫാദേഴ്സ് കൺഫോംഡ് ദ ചർച്ച്. എന്നിട്ട് റോം, ദ ചർച്ച് ഓഫ് റോം ഡീഫോംഡ് ദ ചർച്ച്. റിഫോമേഴ്സ് എഗെയിൻ അവരതിനെ ട്രൂത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. 2000 വർഷമായിട്ട് ആ ട്രൂത്ത് കൈമാറി വരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമായ ഇത് അബദ്ധത്തിൽ നിന്നുള്ള പ്രബോധനമല്ല. ദിസ് ഈസ് അൾട്ടിമേറ്റ് ട്രൂത്ത്. ഇത് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും ദിസ് ഈസ് അൾട്ടിമേറ്റ് ട്രൂത്ത്. അബദ്ധത്തിൽ നിന്നല്ല എന്ന് ആ ഭക്തൻ ദൈവാത്മാവിനാൽ എഴുതി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്നാണെന്നറിയാമോ? നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധിയെ അവസാനത്തോളം സൂക്ഷിച്ച് നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യണമെന്ന ദൈവിക ആ നിയോഗം പ്രാപിച്ചവരാണ് നമ്മൾ എല്ലാവരും എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചർച്ച് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാകരുത്. ആ സഭ സത്യത്തെ സൂക്ഷിക്കുന്നുണ്ടോ? ആ സഭ സത്യത്തെ കൈമാറ്റം ചെയ്യുന്നുണ്ടോ? ആ സഭ സത്യത്തെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇതായിരിക്കണം നമ്മുടെ ഫോക്കസ്. അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല. ആ മലയാളം ആ കൂട്ടുചേർക്കുക എന്നതിന് അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചേക്കുന്ന വാക്ക്, അതിന്റെ ഇംഗ്ലീഷ് വളരെ മനോഹരമാണ്. വി ആർ നോട്ട് ലൈക്ക് മെനി പെഡിലിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ഹക്സ്റ്റേഴ്സ് എന്നൊക്കെയാ. ആ പെഡിലിംഗ്, ആ വാക്കിന്റെ അർത്ഥം ഈ കൊണ്ട് നടന്ന് ഈ വിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഓരോ പ്രോഡക്റ്റ് കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളുകൾ, അവര് ആ പ്രോഡക്റ്റിന്റെ പറച്ചിലിനകത്ത് ആളുകളെ മേടിപ്പിക്കുകയാണ്. അതിന്റെ ക്വാളിറ്റിയെ അവരെത്രമാത്രം ഉയർത്തി പറയാമോ, എന്തെല്ലാം ആഡ് ചെയ്ത് പറയാമോ, ജനത്തെ എങ്ങനെല്ലാം അതിനകത്തേക്ക് വലിച്ചിഴക്കാമോ, അതാണ് അവരുടെ പർപ്പസ്. ആ ഒരു പദമാണ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ
അനേകരെ പോലെ ദൈവവചനത്തോട് കൂട്ടുചേർക്കുന്നവരല്ല. ദൈവവചനത്തിന് തുല്യമായിട്ട് പോപ്പില്ല, ദൈവവചനത്തിന് തുല്യമായിട്ട് ട്രഡീഷൻസ് ഇല്ല, ദൈവവചനത്തിന് തുല്യമായിട്ട് ദൈവസഭയില്ല. തിരുവെഴുത്തിന്റെ കീഴിലാണിത്. ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും ഉയർന്നിരിക്കുന്നത്. ലാസ്റ്റ് സൺഡേയിൽ ഞാൻ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കും. ആ പുൾപിറ്റ് അവിടെ ഉണ്ടായിരുന്നു, ഒരു സ്റ്റേജ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ദൈവവചനം പ്രസംഗിച്ചത്. അതിന്റെ അർത്ഥം തിരുവെഴുത്തിനാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം. അതാണ് അതിന്റെ ആശയം, ഏറ്റവും ഉയർന്ന സ്ഥാനം. പള്ളിയും നമ്മൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന പോപ്പുമാരും അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെ ദൈവവചനത്തിന്റെ അണ്ടറിലാണ്. ഞങ്ങളുടെ പ്രബോധനം ട്രൂത്താണ്, അബദ്ധത്തിൽ നിന്നല്ല. അവർ പ്രീച്ചിങ് ഈസ് ട്രൂത്ത്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഞങ്ങളുടെ പ്രബോധനം, ഞങ്ങളുടെ മെസ്സേജ്, ഞങ്ങളുടെ അപ്പീൽ, ഞങ്ങളുടെ ക്രൈ, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് അൾട്ടിമേറ്റ് ട്രൂത്താണ്. രണ്ട്, പ്രബോധന അബദ്ധത്തിൽ നിന്നല്ല. രണ്ട്, അശുദ്ധിയിൽ നിന്നല്ല. അശുദ്ധിയിൽ എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി. അവിടെ നോക്കൂ, ഒന്ന്, ദാറ്റ് ഈസ് ടോക്കിംഗ് വി പ്രീച്ച് ദ ട്രൂത്ത്, വി പ്രീച്ച് ദ ട്രൂത്ത്. രണ്ട്, അശുദ്ധിയിൽ നിന്നല്ലെന്ന് പറഞ്ഞാൽ വി ലീവ് ദ ട്രൂത്ത്. ഞങ്ങളുടെ പ്രസംഗവും ട്രൂത്താണ്, ആ പ്രസംഗം പോലെ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം അതറിയുന്നു, നിങ്ങളും അതറിയുന്നല്ലോ. കാരണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ താമസിച്ച കാലം നിങ്ങൾക്ക് ഞങ്ങളെ നോക്കാമായിരുന്നു. ആ നോക്കിയ സമയത്ത് നിങ്ങൾ ഞങ്ങളിൽ ഒരു കുറവും കണ്ടെത്തിയില്ല. എത്ര എത്ര പവിത്രമായി അവരുടെ ഇടയിൽ നടന്നു എന്ന് മറ്റൊരു ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ നമ്മുടെ ജീവിതം പോലെ തന്നെ, ആ പ്രസംഗം പോലെ തന്നെ ജീവിതം, അതിനൊരു പ്രാധാന്യത ഉള്ളത്. അന്നത്തെ കാലത്തെ റിലീജിയസ് ലീഡേഴ്സ് മോറലി കറപ്റ്റഡ് ആയിരുന്നു, അവര് എത്തിക്കലി കറപ്റ്റഡ് ആയിരുന്നു, പല നിലയിൽ അവര് കറപ്റ്റഡ് ആയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഭക്തൻ പറയുന്നത്, അന്നത്തെ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെയോ റിലീജിയസ് ലീഡേഴ്സിനെ പോലെയോ ട്രാവലിംഗ് റിലീജിയസ് ലീഡേഴ്സിനെ പോലെയോ ഇമ്പ്യൂരിറ്റി ഉള്ളവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ പ്രസംഗം ട്രൂത്തായിരുന്നു, ഞങ്ങളുടെ ജീവിതവും ട്രൂത്തായിരുന്നു. ഇതാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫോൾസ് ടീച്ചേഴ്സ്, ആടുകളുടെ വേഷം ധരിച്ചു വരുന്ന ചെന്നായ്ക്കൾ, അവരുടെ പ്രബോധനം അബദ്ധമാണ്. മീനിങ് അത് ട്രൂത്ത് അല്ല. അവരുടെ ജീവിതം ഇംപ്യൂർ ആണ്, അവര് ശുദ്ധിയുള്ളവരല്ല. പല ആളുകളെയും നമുക്ക് അങ്ങനെ കാണാം. 2 പീറ്റർ ചാപ്റ്റർ 2 നിങ്ങൾ ഓർക്കുന്നല്ലോ, അവർ അശുദ്ധിയിൽ രസിക്കുന്നു, അപമാനത്തെ രസിക്കുന്നു. യൂദായുടെ ലേഖനം, ഏകനാഥന് നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ദുഷ്ടന്മാരായ ആളുകൾ, ആ നിലയിൽ എത്ര വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകുന്നു. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. ഈ നിലയിൽ 2 പീറ്റർ പറയുന്നുണ്ട്, തെറ്റായി പഠിപ്പിക്കുന്ന ആളുകളുടെ പ്രബോധനം അബദ്ധമാണ്. അവരുടെ ജീവിതത്തിനകത്തും പെശകൊണ്ടെന്നുള്ളത് ചരിത്രം തെളിയിച്ച സത്യമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ വായിക്കാനായിട്ടൊരു അധ്യായം ഞാൻ പറഞ്ഞു തരാം. വ്യാജം പ്രവചിക്കുന്ന ആളെ പറ്റി ശക്തമായി പഴയ നിയമത്തിലൊരു അധ്യായമുണ്ട്. ജെറമ്യാ ചാപ്റ്റർ 23, ജെറമ്യാ 23 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ആ വ്യാജാലോചന പറയുന്ന ആളുകളുടെ ആലോചന എററാണെന്നും അവരുടെ ജീവിതം ഇംപ്യുവർ ആണെന്നും അവരുടെ ലൈഫിൽ ട്രൂത്ത് ഇല്ലെന്നും അവരുടെ മോട്ടീവ് തെറ്റാണെന്നും 23 അധ്യായത്തിനകത്തുണ്ട്. ഞാനത് എടുത്തു വായിച്ചാൽ വളരെ സമയം പോകും. ജെറമ്യാ ചാപ്റ്റർ 23, നിങ്ങൾ ഒരല്പം ലെങ്തി ചാപ്റ്റർ ആണ്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. ഇവിടുത്തെ 3 വാക്ക് അശുദ്ധിയിൽ നിന്നല്ല, വ്യാജത്തോടെയല്ല, എന്റെ മനസ്സിൽ നിന്ന് പോകുന്നു, അബദ്ധത്തിൽ നിന്നല്ല, അശുദ്ധിയിൽ നിന്നല്ല, വ്യാജത്തോടെ വന്നതല്ല. കാരണം നിങ്ങൾ അതിന് സാക്ഷികളാണ്. വ്യാജത്തോടെ എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് അർത്ഥമാകുന്നത് ഞങ്ങളുടെ മോട്ടീവ് വാസ് ട്രൂ. നോക്കൂ, ഈ 3 കാര്യങ്ങളെ ചേർത്താൽ വി പ്രീച്ച് ട്രൂത്ത്,
വി ലീവ് ട്രൂത്ത് ആൻഡ് അവർ മോട്ടീവ്സ് ആർ ട്രൂത്ത്. ഒരു എത്ര അനുഗ്രഹിക്കപ്പെട്ട 3 പദങ്ങളാണ് ഇത്. ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല, എല്ലാ ദൈവമക്കളോടുമുള്ള ദൈവത്തിന്റെ ആലോചനയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ സന്ദേശം ട്രൂത്ത് ആയിരിക്കണം, നമ്മുടെ ജീവിതം ട്രൂത്ത് ആയിരിക്കണം, നമ്മുടെ ലക്ഷ്യവും ട്രൂത്ത് ആയിരിക്കണം. പോള് പറയുകയാണ്, ഞങ്ങളുടെ പ്രബോധനം, ഞങ്ങളുടെ സന്ദേശം, ഞങ്ങളുടെ ഘോഷണം, ഞങ്ങളുടെ ക്രൈ അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. എന്നാ ഫോൾസ് ടീച്ചേഴ്സിനെ നോക്കിയേ, അവരുടെ മെസ്സേജ് അബദ്ധമാണ്, അവരുടെ ജീവിത ഇമ്പ്യൂരിറ്റി നിറഞ്ഞതാണ്, അവരുടെ മോട്ടീവ് മറ്റു പലതുമായിരിക്കും. ബിലയാമിനെ പോലെ പണമോഹികളായിട്ടുള്ളവർ, ദ്രവ്യാഗ്രഹികളായിട്ടുള്ളവർ, ഗ്രീഡിയായിട്ട് എത്ര എത്ര എക്സാമ്പിളാണ് തിരുവെഴുത്തിനകത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവര് വെളിച്ചദൂതന്റെ വേഷം കെട്ടിയാണ് വരുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് അവരെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ബിലയാമിന്റെ വഞ്ചനയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്ന കാര്യം മറന്നു പോകരുത്. പോള് പറയുന്നത്, അവർ മോട്ടീവ്സ് ആർ നോട്ട് ഡിസീറ്റ്ഫുൾ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. നോക്കൂ, ഒരു ശുശ്രൂഷകൻ പറയുക, ഞാന് നിങ്ങളുടെ ഇടയിൽ ആ സഭയിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ആ വേലയുമായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ, ഈ 3 മേഖല, പ്രസംഗം പോലെ തന്നെ ജീവിതം, ജീവിതം പോലെ തന്നെ ലക്ഷ്യം, ഈ 3 കാര്യം ഇത് നമുക്കുണ്ടെങ്കിൽ, ഈ 3 കാര്യമുള്ള ആളുകളാണ് ആടുകളെ പരമാർത്ഥതയോടെ നോക്കുന്ന ആളുകൾ, അല്ലേ? അല്പം വ്യാജവും അനേകരെ പോലെ ദൈവവചനത്തോട് കൂട്ടുചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ ആശയത്തിൽ പറഞ്ഞാൽ അല്പം കാര്യങ്ങളൊക്കെ, അല്പം ഫീൽ ഗുഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനത്തെ ഒന്ന് സന്തോഷിപ്പിച്ചു പോകുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കലും ദൈവവചനം അതിനനുവദിക്കുന്നില്ല. ഒരു പക്ഷേ നമുക്ക് അതുകൊണ്ട് പല നഷ്ടങ്ങൾ ഈ ഭൗമിക ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം, പല പല നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തിന്റെ സത്യത്തോട് നമ്മൾ എപ്പോഴും നീതി പുലർത്തുകയും, തിരുവെഴുത്താണ് സകലത്തിൻ്റെയും, ആ സകലത്തിൻ്റെയും മീതെ നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അറിയാം, പരമാർത്ഥ ഹൃദയത്തോടെ ആടുകളെ നോക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതവും പ്രസംഗവും ലക്ഷ്യവും നമുക്കുണ്ടായിരിക്കണം. ദാവീദിനെ പറ്റി, താൻ ഇസ്രയേലിനെ ഭരിച്ചതിനെ പറ്റി പറയുന്ന ഒരു വാക്ക് സങ്കീർത്തനം Psalm 78 ആൻഡ് വേഴ്സ് 72 വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു വാക്കാണ്. സങ്കീർത്തനം 78:72 ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത്, അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. എത്ര നല്ലൊരു വാക്കാണ്! പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. സോ ഹി ഷെപ്പേർഡ് ദം according to the integrity of his heart. God wants a shepherd who has a heart of integrity. അങ്ങനാണെങ്കിൽ നിങ്ങൾ ആ വാക്ക് നോക്കിയേ, he was confident in God's power. അതാണ് that make his tenacity. വളരെ പിടിവാശിക്കാരനായിട്ട് തന്നെ നിർത്താനായിട്ടുള്ള കാര്യം തന്നെ ദൈവത്തിന്റെ ശക്തിയിലുള്ള തൻ്റെ ആ കോൺഫിഡൻ്റ് ആണ് ഇവിടെ. ഹി വാസ് കമ്മിറ്റഡ് ടു ഗോഡ്സ് ട്രൂത്ത്. അതാണ് തൻ്റെ ഇന്റഗ്രിറ്റി. മനസ്സിലാവുന്ന ഒന്ന് ടെനാസിറ്റി, 2 ഇന്റഗ്രിറ്റി. ഈ ഇന്റഗ്രിറ്റി നമുക്കുണ്ടോ? ഇവിടെ ദാവീദിനെ പറ്റി പരിശുദ്ധാത്മാവ് പറഞ്ഞ പോലെ, അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ഇതായിരിക്കണം നമ്മളെ പറ്റിയും ദൈവത്തിന്റെ ആത്മാവ് പറയേണ്ടത്. ഹി വാസ് കമ്മിറ്റഡ് ടു ഗോഡ്സ് ട്രൂത്ത്. 3 വാക്യം മനസ്സിലായോ നോക്കിയ എല്ലാവരും? 4ാമത്തെ വാക്യം, 1 ഹി വാസ് കോൺഫിഡന്റ് ഇൻ ഗോഡ്സ് പവർ, 2 ഹി വാസ് കമ്മിറ്റഡ് ടു ഗോഡ്സ് ട്രൂത്ത്. 3rd, 3ാമത്തെ കാര്യം അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞ പോലെ. അവിടെ നിർത്തണം. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞ പോലെ. അതിന്റെ സെക്കൻഡ് പാർട്ട്, ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിക്കുന്നു. ഇവിടെ ആ വാക്ക് കണ്ടോ?
അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങി അവിടെ നിന്ന് കിട്ടിയ ഒരു ഫിലോസഫിക്കൽ തോട്ട് അല്ല പറയുന്നത്. അല്ലാതെ മറ്റൊരു നിലയിൽ പറഞ്ഞ, ജന്മന ഞാൻ ഇങ്ങനെ ഒരു പാരസി കുടുംബത്തിൽ ആ ജൂവിഷ് ഹെറിറ്റേജ് കളയാതെ പഴയ നിയമത്തെ പറ്റിയൊക്കെ വളരെ വിശാലമായി ചിന്തിച്ച് പഠിച്ചുണ്ടാക്കിയ ഒരു ന്യൂ ഡെഫിനിഷനുമായിട്ടല്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? ഹീ വാസ് കമ്മീഷൻഡ് ബൈ ഗോഡ്സ് വിൽ. ദൈവഹിതത്താൽ. ആ വാക്ക് എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞ പോലെ. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രയോഗമാണ്. ഹി വാസ് കമ്മീഷൻഡ് ബൈ ഗോഡ്സ് ഹി വാസ് കമ്മീഷൻഡ് ബൈ ഗോഡ്സ് വിൽ. ആ വാക്കിൽ നിന്ന് നമ്മോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനായിട്ടുള്ളത്, ദൈവത്തിന്റെ ശുശ്രൂഷ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഏതെങ്കിലും നിലയിലുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിച്ചിട്ടുള്ളവരാണ്. ആ ദൈവത്തിന്റെ ശുശ്രൂഷ നമ്മളെ ഭരമേൽപ്പിച്ചത് ഒരു ശുശ്രൂഷകനല്ല, ഒരു സഭയല്ല. ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതാണ്. ദൈവം ഞങ്ങളെ അപ്രൂവ് ചെയ്തതാണ്. ദൈവം ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്തതാണ്. ദൈവത്തിന്റെ ഹിതത്താലാണ് ഈ ശുശ്രൂഷ ഞങ്ങളുടെ മേൽ പകരപ്പെട്ടത് എന്നാണ് ആ ശുശ്രൂഷ പറയുന്നത്. അല്ലാതെ കൈമാറി വരുന്നതോ ട്രഡീഷൻ അനുസരിച്ച് ഇന്ന ആളുകളിലേക്ക് മാറി വരുന്നതോ അങ്ങനൊരു കാര്യം ഇല്ല. ഇത് കണ്ടോ, ഒരു ശുശ്രൂഷകൻ അപ്രൂവ്ഡ് ആകുന്നത് ദൈവത്താലാണ്. ദൈവത്താൽ അപ്രൂവ്ഡ് ആകുക. ഞങ്ങളെ ആ സുവിശേഷം ഭരമേൽപ്പിച്ചു. നമുക്ക് ആ പദങ്ങളെ ഒരല്പം ദൈവമാണ് കമ്മീഷൻ ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആക്ട്സ് ചാപ്റ്റർ 9 പോള് തൻ്റെ എക്സ്റ്റേണലായിട്ട് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ടെസ്റ്റിമണി പറയുന്നുണ്ടല്ലോ. തൻ്റെ കൺവേർഷൻ എങ്ങനായിരുന്നു? ദമസ്കോസിലേക്ക് പോയപ്പോൾ ആ യാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പാതി വഴിയിൽ വെച്ച് ഇടപെട്ട് അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് വിളിച്ച് വേർതിരിച്ച് അനന്യാസ് എന്ന ആ ശിഷ്യനിലൂടെ പരിശുദ്ധാത്മാവ് പോളിനോട് പറയുകയാണ്, നിന്നെ ജാതികൾക്കായിട്ട് അവരോട് ഗോസ്പൽ പറയാനായി അവരുടെ ഇടയിലേക്ക് അയക്കപ്പെടുന്ന അപ്പോസ്തലനായി, യേശുവിൻ്റെ അപ്പോസ്തലനായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുതന്നെയാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിന് ഞങ്ങളോട് പ്രിയം തോന്നി, ദൈവമാണ് ഞങ്ങളെ കമ്മീഷൻ ചെയ്തത്, അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വാക്കുകൊണ്ട് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്, വി ആർ അണ്ടർ ഡിവൈൻ അതോറിറ്റി. ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷയാണേലും, പ്രസംഗമാണെങ്കിലും പാട്ടാണെങ്കിലും ദൈവവചനത്തിൽ കാണുന്ന ചെറുതോ വലുതോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കൃപാവരങ്ങളാണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, ഇത് ദൈവത്തിൻ്റെ ഡിവൈൻ അപ്പോയിൻമെന്റിൽ നമ്മുടെ മേൽ പകർന്നതാണ്. ദൈവത്തിന് നമ്മളെ കൊള്ളാവുന്നവരായി തെളിഞ്ഞത് കൊണ്ട് ആ കൊള്ളാവുന്നവരായി തെളിയുക എന്ന് ജസ്റ്റ് ആസ് വി ഹാവ് ബീൻ അപ്രൂവ്ഡ് ബൈ ഗോഡ്. ദൈവത്തിന് നമ്മളെ അങ്ങ് ബോധിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ അപ്രൂവ്ഡ് എന്ന ആ പദത്തിന്റെ ഒറിജിനൽ അർത്ഥം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ ആ ഒറിജിനലായിട്ടുള്ള വാക്ക് ബി ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട് വാലിഡ്, ഫൗണ്ട് ഗുഡ്, ടു ബി അപ്രൂവ്ഡ് ആഫ്റ്റർ ടെസ്റ്റിംഗ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒരു കാര്യത്തിന് പ്രയോജനപ്പെടുവോ എന്ന് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പ് വരുത്തുന്നത് പോലെ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞു. അത് വാസ്തവത്തിൽ കൃപയാണ്. ദൈവത്തിന് നമ്മളോട് അങ്ങനെ ഒരു ഫേവർ തോന്നിയതാണ് എന്ന് മറ്റു വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, മറ്റ് റിലീജിയസ് ലീഡേഴ്സിനെ പോലെ ഞാൻ സെൽഫ് അപ്പോയിന്റഡ് അല്ല, എന്നെ മറ്റ് സഭകൾ ആരും നിയോഗിച്ചതല്ല, എന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തതാണ് എന്നതാണ് ആ വാക്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന്. ആ സുവിശേഷം
ഭരമേൽപ്പിക്കുക. ആ ഭരമേൽപ്പിക്കുക എന്നതിൻ്റെ ആ ആ ദൈവത്തിൻ്റെ ആ സമ്പാദ്യമായ ഗോസ്പൽ ആ അനേകർക്ക് കൈമാറ്റം വിശ്വസ്തയോടെ ചെയ്യേണ്ടതിന് ദൈവം എന്നെ അത് ഭരമേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ഗോസ്പൽ ഭരമേൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അത് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്ന് നമ്മളെ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം, നമ്മൾ ബൈ നേച്ചർ കറപ്റ്റഡ് ആയിരുന്നു. കൃപ നമ്മുടെ മേൽ പകർന്ന് ആ ശുശ്രൂഷയ്ക്കായിട്ടുള്ള വിളി നമ്മുടെ മേൽ പകർന്ന് ആ ഗോസ്പൽ നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത്. നോക്കൂ, അപ്പോസ്തലൻ എങ്ങനെയാണ് ഈ ശുശ്രൂഷയെ പറ്റി പറയുന്നത്? എനിക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ എന്നല്ലേ കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. എനിക്ക് കരുണ ലഭിച്ചിട്ടാണ് ഈ ശുശ്രൂഷ ലഭിച്ചത്. 1 കൊരിന്ത്യർ 7:25 എന്താ വായിക്കുന്നതെന്ന് അറിയാമോ? കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. കന്യകമാരെ കുറിച്ച് എനിക്ക് ദൈവത്തിന്റെ ആലോചന ഇല്ല എങ്കിലും ദൈവത്തിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? ഈ ശുശ്രൂഷ ദൈവത്തിന്റെ കരുണയാൽ ലഭിച്ചതാണ്. ഈ എഴുത്തുകൾ ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കരുണയാൽ എഴുതുന്നതാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, ഏതെങ്കിലും കാര്യങ്ങൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി, സുവിശേഷീകരണത്തിന്റെ വ്യാപ്തിക്കായി, ദൈവസഭയുടെ അനുഗ്രഹത്തിനായി നമ്മുടെ മേൽ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ കൊള്ളാകുന്നവനായി തെളിയാൻ ആവശ്യമായ കൃപ നൽകുകയും അതിനു വേണ്ട കരുണ നമ്മുടെ മേൽ പകരുകയും ചെയ്തു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിനകത്ത് വളരെ ശക്തമേറിയൊരു വാക്യമുണ്ട്. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്: സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനോ. ആ അപ്രമേയ ധനമൊക്കെ കഴിഞ്ഞൊരു വർഷം മുമ്പ് ഞാൻ നിങ്ങളോട് എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ ക്രിസ്തുവിന്റെ അപ്രമേയ ധനം എന്താ? ആ റിച്ചസ് ഓഫ് ഗോഡ്, റിച്ചസ് ഓഫ് ഗ്രേസ്, റിച്ചസ് ഓഫ് മേഴ്സി. അങ്ങനെ തിരുവെഴുത്തിൽ കാണുന്ന ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഓ, എത്ര മനോഹരമാണ്! ഞാനൊരു പാരസി കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടല്ല, ദൈവം എന്നെ സുവിശേഷത്തിന്റെ സത്യം ഭരമേൽപ്പിച്ചു, എന്നെ കൊള്ളാകുന്നവനായി തെളിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, Paul was commissioned by God's will. എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാം, എന്ത് കാര്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചാലും അത് ദൈവത്തിന്റെ ഹിതത്താൽ നമ്മളെ തെളിയിച്ച ശേഷം നമ്മുടെ പക്കൽ അനേകർക്ക് നൽകേണ്ടതിന് വേണ്ടി ഭരമേൽപ്പിച്ചതാണ്. സ്തോത്രം. നോക്കൂ, 1 കൊരിന്ത്യർ 7:25, എഫെസ്യ ലേഖനം 3:8, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ കൃപ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യം, അത് അല്പം ഞാൻ ഗലാത്യ ലേഖനം പഠിപ്പിക്കുവാണെങ്കിൽ പറയും. ഒരിക്കൽ എനിക്ക് ഈ പുസ്തകം പഠിപ്പിക്കാനായിട്ട് ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഈ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അങ്ങനെ ഈ ഗലാത്യ ലേഖനത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? പ്രത്യേകിച്ച് ഒരു ഗ്രീറ്റിംഗ്സ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എഴുതുകയാണെന്നും പറഞ്ഞ് അങ്ങ് റൈറ്റ് അവേ കാര്യം പറയുകയായിരുന്നു. കാര്യം അത്ര തീഷ്ണതയിലാണ് ഗലാത്യ ലേഖനം എഴുതുന്നത്. വേറൊരു ലേഖനം ആ നിലയിൽ എഴുതുന്നില്ല. ക്രിസ്തുയേശുവിലുള്ള നിങ്ങൾക്ക് വന്ദനം, ദൈവത്തിന്റെ കൃപ നിങ്ങളോട്, അങ്ങനെ ഒരു ഫോർമൽ ഗ്രീറ്റിംഗ്സ് അപ്പോസ്തലന്റെ മറ്റെഴുത്തുകൾക്കകത്തെല്ലാം ഉണ്ട്. എന്നാൽ ഗലാത്യ ലേഖനം 1:1 കണ്ടോ? പോളിന്റെ അപ്പോസ്റ്റൽഷിപ്പിനെ ചോദ്യം ചെയ്തവർ,
പോള് പറഞ്ഞ ഗോസ്പലിനെ മറിച്ചു കളഞ്ഞവർ, ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിട്ട് പിന്നെയും അടിമനുഖത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളെ ഫോക്കസ് ചെയ്ത് പരിശുദ്ധാത്മാവിന് ഇൻട്രൊഡക്ഷൻ പോലും പറയാൻ പോലും അനുവാദം കൊടുത്തില്ല. ഒന്നിന്റെ ഒന്ന് എങ്ങനെ വായിക്കുന്നത്? മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്ര അപ്പോസ്തലനായ പൗലോസ്. ഓ, എത്ര സ്ട്രോങ് ആന്ന് നോക്കിയേ. ദൈവത്തിന് ഞങ്ങളെ കൊള്ളാകുന്നവനായി തെളിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ കൈവച്ച് അപ്പോസ്തലനാക്കിയത് അനന്യാസ് അല്ല, എൻ്റെ മേൽ കൈവച്ച് അപ്പോസ്തലനാക്കിയത് 12 അപ്പോസ്തലന്മാരല്ല, എൻ്റെ മേൽ കൈവച്ച് എന്നെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചത് എൻ്റെ ലോക്കൽ ചർച്ചും അല്ല. അപ്പോസ്തലൻ പറയുന്നത് കണ്ടോ? ദൈവത്താൽ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശു ക്രിസ്തുവിനാലും. എന്നിട്ട് അതിന്റെ ആധികാരികത, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ച പിതാവാം ദൈവത്താലും അത്രേ ഞാൻ അപ്പോസ്തലനായത്. സീരിയസ് ആയിട്ട് പറയുന്നുണ്ടോ? ഇങ്ങനാണ് നമുക്ക് ആ വാക്യത്തെ, തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യത്തെ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സുവിശേഷം നമ്മളെ ഭരമേൽപ്പിച്ചത് മറ്റാരും നമ്മളെ നിയോഗിച്ചത് കൊണ്ടല്ല. പിന്നീട് ലോക്കൽ സഭയ്ക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും. പക്ഷെ ലോക്കൽ സഭയല്ല നമ്മളെ നിയോഗിക്കുന്നത്, ദൈവം നമ്മളെ നിയോഗിക്കുന്നു. ലോക്കൽ സഭ അത് റെക്കഗ്നൈസ് ചെയ്യുന്നു. പോളിനെ ദൈവം നിയോഗിക്കുന്നു, അന്ത്യോക്യയിലെ സഭ അത് റെക്കഗ്നൈസ് ചെയ്യുന്നു. മനസ്സിലാവുന്നോ? അതാണ് വാസ്തവത്തിൽ ഓർഡിനേഷൻ എന്ന് പറഞ്ഞാൽ വേദപുസ്തക പ്രകാരമുള്ള അർത്ഥം. ഇവിടെ 1 തിമോത്തിയോസ് 1:11, അതും ശക്തമേറിയ ഒരു വാക്യമാണ്. 1 തിമോത്തിയോസ് 1 തിമോത്തി 1:11 പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? ഈ പരിജ്ഞാനം, വളരെ പവർഫുൾ വേഴ്സാണ്, ഈ പരിജ്ഞാനം എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. കണ്ടോ? എന്താണ്? ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ദ ബ്ലെസ്സഡ് ഗോഡ് വിത്ത് വിച്ച് ഐ ഹാവ് ബീൻ എൻട്രസ്റ്റഡ് ആൻഡ് ഐ താങ്ക് ജീസസ് our Lord who has strengthened me because he considered me faithful, putting me into the service who before was a blasphemer. അങ്ങനെ ആ വാക്യം താഴോട്ട് പോവുകയാണ്. എന്നെ വിശ്വസ്തനെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയ ദൈവത്തിനു സ്തോത്രം. ആ വാക്ക് കണ്ടോ? ഞങ്ങളെ കൊള്ളാകുന്നവരായി തെളിഞ്ഞു. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ടൈറ്റസ് 1:1, ഇംഗ്ലീഷിൽ ചാപ്റ്റർ 1:3 ആണ്. ടൈറ്റസ് 1:1 എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഫോഷ്കില്ലാത്ത ദൈവം. നിങ്ങൾ ആ വാക്കുകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗം. അതുകൊണ്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, വെൻ ബൈബിൾ സ്പീക്സ് ഗോഡ് സ്പീക്സ്. ഇത് കണ്ടോ? ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഫോഷ്കില്ലാത്ത ദൈവം. കണ്ടോ? ശുശ്രൂഷയ്ക്ക് എന്നെ അപ്രൂവ് ചെയ്ത, എനിക്ക് കൃപ നൽകി, എന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനാക്കി തീർത്ത് ആ ഗോസ്പൽ എന്നെ ഭരമേൽപ്പിച്ചു. പോൾ, ഹി വാസ് കമ്മീഷൻഡ് ബൈ ഗോഡ്സ് വിൽ. അതുകൊണ്ടാണ് തനിക്ക് അതോറിറ്റി ഉണ്ടായിരുന്നത്, തനിക്ക് ആ ശക്തിയെപ്പറ്റി കോൺഫിഡന്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തനിക്ക് ആ ടെനാസിറ്റി ഉണ്ടായിരുന്നത്, തനിക്ക് ആ സത്യത്തോടുള്ള തന്റെ കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് തനിക്ക് ഇന്റഗ്രിറ്റി എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ പോള് കൊരിന്ത്യർ ലേഖനത്തിനകത്തൊക്കെ ചോദിക്കുന്നില്ലേ, എന്തേലും ഉണ്ടെങ്കിൽ പറയാനൊക്കെ അപ്പോസ്തലൻ 13-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിനകത്ത് വ്യാജം കണ്ടുപിടിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് എന്തേലും ഉണ്ടെങ്കിൽ പറ എന്ന് പറയത്തക്കവണ്ണം ഇന്റഗ്രിറ്റി. അതുകൊണ്ടാണ്
ഈ വാക്യത്തിനനുസരിച്ച് ദൈവം ഞങ്ങളെ കൊള്ളാകുന്നവനായി കണ്ടതുകൊണ്ടാണ് ഈ അതോറിറ്റി ഞങ്ങൾക്കുള്ളത്. ഈ അതോറിറ്റിയുടെ പേര്, ഇത് ബൈബിളിന്റെ മേളിലുള്ള ഒരു അതോറിറ്റി അല്ല, ബൈബിളിനാണ് അതോറിറ്റി. പക്ഷേ ആ ശുശ്രൂഷ ദൈവം ഞങ്ങളെ പരമേൽപ്പിച്ചേക്കുന്നതുകൊണ്ട് വി ഹാവ് ദ ഡെലിഗേറ്റഡ് അതോറിറ്റി. ആ പദം മനസ്സ് മറന്നു പോകരുത്. ഡെലിഗേറ്റഡ് അതോറിറ്റി, ഡെലിഗേറ്റഡ്. ഈ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാം, തിരുവെഴുത്തിനാണ് അധികാരം. നമുക്ക് നൽകിയേക്കുന്ന അധികാരം തിരുവെഴുത്ത് നൽകിയേക്കുന്ന ഡെലിഗേറ്റഡ് അതോറിറ്റി മാത്രമാണ്. അപ്പോസ്തലന്റെ വാക്ക്, വൺ മാൻ ഹിയർ അണ്ടർ അതോറിറ്റി. ആ ടെർമിനോളജി പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ കൊള്ളാകുന്നവരായി തെളിഞ്ഞ പോലെ. നോക്കൂ, ഈ എല്ലാവരോടും ചിലപ്പോഴൊക്കെ ഒത്തിരി അതോറിറ്റി ഞാൻ കൊണ്ടെന്നൊക്കെ തോന്നും. നോ, തിരുവെഴുത്താണ് അതിന്റെ എല്ലാ അതോറിറ്റി. അല്ലാതെ സ്വന്തമായിട്ട് ഒരധികാരവും ഇല്ല. ഡെലിഗേറ്റഡ് അതോറിറ്റിയാണ്, നൽകപ്പെട്ട അധികാരം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതോറിറ്റി ഉള്ളവരായിരിക്കണം എന്ന കാര്യം മറന്നു പോകരുത്. എന്നിട്ട് അടുത്ത വാക്കുകളുടെ ടെനാസിറ്റി, ഇന്റഗ്രിറ്റി, അതോറിറ്റി, ആ 3 പദം കിട്ടിയോ? അതിന്റെ ആ ചെയിൻ ഇങ്ങനെ, ആ ഗോൾഡൻ ചെയിൻ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് 4-ാം വാക്യം പരിശുദ്ധാത്മാവ് കണ്ടിന്യൂ ചെയ്യുന്ന കണ്ടോ? ഞങ്ങളെ ഇത് പരമേൽപ്പിച്ചു, ഞങ്ങൾക്ക് ആ ഡെലിഗേറ്റഡ് അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ ഡെലിഗേറ്റഡ് അതോറിറ്റി ഉള്ളത് കൊണ്ട് ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്നാൽ ഇവരിത്രയൊക്കെ പറയുമ്പം മറ്റ് റിലീജിയസ് ലീഡേഴ്സ് പറയുന്ന പോലെ കേൾവിക്കാരെ അല്പം പ്ലീസ് ചെയ്താൽ ഈ ശത്രുക്കളൊക്കെ ഒന്ന് ഒതുങ്ങും. അങ്ങനില്ല. അങ്ങനെ ഒരു പരിപാടിയെ ശുശ്രൂഷകന്മാർ പാടില്ല. അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നെങ്കിൽ that minister of God is unqualified for God's ministry. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ അല്പമൊക്കെ കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴൊക്കെ പോപ്പുലർ ആകാനായിട്ടുള്ള പല വഴികളുണ്ടായിരുന്നു. പല വഴികളും അടഞ്ഞു പോകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ട്രൂത്ത് പറയത്തുള്ളൂ, ദൈവവചനത്തിന്റെ സത്യമേ പറയത്തുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ്. അതിന്റെ പേരിൽ ആത്മാവില്ലാത്തയാളെന്നോ പരിശുദ്ധാത്മാവിനെതിരെ അങ്ങനെയൊക്കെ ഒത്തിരി കഥകൾ കേൾക്കാറുണ്ട്. പക്ഷേ ഹൃദയം ഇവിടെ ഇത് വാസ്തവത്തില് പൗലോസിന്റെ ജീവിതത്തിന്റെ ഒരു സ്കാനിങ് ആണ് ആദ്യത്തെ 6 വാക്യം. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ മനുഷ്യരെ സാക്ഷിയെന്ന് പറയുന്നെങ്കിൽ ഈ വാക്ക് കണ്ടോ, ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ സുവിശേഷത്തിൽ നിന്ന് സംസാരിക്കുകയുള്ളൂ. കാരണം ഞങ്ങളുടെ പ്രബോധന അബദ്ധത്തിൽ നിന്നല്ല, ഞങ്ങളുടെ ജീവിതം അശുദ്ധമല്ല, ഞങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും വ്യാജമല്ല. കാരണം ഞങ്ങളെ ഇത് പരമേൽപ്പിച്ചിട്ടുണ്ട്. ഈ പരമേൽപ്പിച്ച ദൈവം സർവജ്ഞാനിയായതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ കാണാം. ഹി വാസ് കമ്പൽഡ് ബൈ ഗോഡ്സ് നോളജ്. അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ടെനാസിറ്റി ഉണ്ടായിരുന്നു, ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്നു, അതോറിറ്റി ഉണ്ടായിരുന്നു. അടുത്തത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതോറിറ്റി ഉള്ളപ്പോൾ തന്നെ ഐ ആം അക്കൗണ്ടബിൾ ടു ഗോഡ്. കാരണം എന്നാണ്? ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം. ഏതെങ്കിലും കാര്യം ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ വാക്യം അണ്ടർലൈൻ ചെയ്യണം. എൻ്റെ ഒരു വാചകം കൊണ്ടുപോലും ദൈവത്തെ അല്ലാതെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ഒരു ശ്രമവും ഞാൻ നടത്തരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആത്മീയര് പ്രസാദിച്ചോളും, ഇല്ലാത്തവര് നമുക്ക് എപ്പോഴും പ്രതികൂലമായിരിക്കും. കാരണം എന്നാന്നറിയാമോ?
നമുക്ക് ദൈവത്തോട് കണക്ക് കൊടുക്കണം, മനുഷ്യരോടല്ല നമ്മുടെ കണക്ക് കൊടുക്കേണ്ടത്. എ ഗ്രേറ്റ് മെഷർ ഓഫ് അക്കൗണ്ടബിലിറ്റി ആരോട്? ടുവേർഡ്സ് ഗോഡ്. ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം, ശോധന ചെയ്യുന്ന ദൈവം. ഇവിടെ എന്തുകൊണ്ടാണ് പോൾ പറയുന്നത് ദൈവം സാക്ഷി എന്ന നിലയിലാണ് ആ വാക്കോടെ പറയുന്നത്? ദൈവം സാക്ഷി, ഗോഡ് ഈസ് മൈ വിറ്റ്നസ്. താഴോട്ട് നിങ്ങൾ 5-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ മതി. നിങ്ങൾ അറിയും പോലെ ഈ ഈ വാക്യത്തോട് ചേർന്നാണ് വായിക്കേണ്ടത്. ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഞാൻ ആ വാക്കിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു കോട്ടും ഞങ്ങൾ അല്ലെങ്കിൽ അതൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നതിന് ദൈവം സാക്ഷി. നോക്കൂ, അവിടെ ആ ദൈവസാക്ഷി എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ ഹൃദയം കാണുന്ന ദൈവം മാത്രമേ ഉള്ളൂ. പറയുന്നത് മുഖസ്തുതിയാണോ എന്ന് കേൾവിക്കാരന് മനസ്സിലാകുകയല്ല, ദൈവത്തിനെ മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യത്തിനകത്ത് ദ്രവ്യാഗ്രഹം ഉണ്ടോ എന്ന് കേൾവിക്കാരനെ പല കാലങ്ങൾ മറയ്ക്കാനായിട്ട് പറ്റും, പക്ഷെ ദൈവത്തെ മറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് പോൾ പറഞ്ഞേക്കുന്നത് നിങ്ങൾ സാക്ഷിയെന്നല്ല, ഇതിന് ദൈവസാക്ഷി. കാര്യം സർവജ്ഞാനിയായ ദൈവത്തിന് എൻ്റെ ഹൃദയം കാണാം. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ വിധിക്കുന്നതിനകത്ത് എനിക്ക് ഒരു പ്രശ്നവുമില്ല, ദൈവമാണ് എന്നെ വിധിക്കുന്നത്. നോക്കൂ, ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. പൗലോസ് പറഞ്ഞ ഞങ്ങൾ ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. എത്ര ശക്തമേറിയൊരു വാക്യമാണ്! അവനെ പ്രസാദിപ്പിക്കുവാൻ അഭിമാനിക്കുന്നു. ഞാൻ പ്രസംഗിച്ചാലും, ഞാൻ ബൈബിൾ ക്ലാസ് എടുത്താലും, ഞാൻ പാടിയാലും, ഞാൻ പ്രാർത്ഥിച്ചാലും, ഞാൻ സഭയുടെ വെൽഫെയറിന് വേണ്ടി എന്തേലും നന്മ ചെയ്താലും, ദൈവമക്കളെ സഹായിച്ചാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. വേറെ ഒരു ലക്ഷ്യവും ആ തിരുവെഴുത്തുകളും പ്രകാരം നമുക്കുണ്ടാകാനായിട്ട് പാടില്ല. നോക്കൂ, 4-ാമത്തെ ആ കാര്യം, താൻ അക്കൗണ്ടബിൾ ആയിരുന്നു എന്ന ബോധ്യം ആ ഭക്തൻ ഉണ്ടായിരുന്ന കൊണ്ടാണ് ആ വാക്യം അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഗലാത്യ ലേഖനം 1:10 വളരെ സ്ട്രോങ് ആയിട്ട് പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഗലേഷ്യൻസ് 1:10. അത് നമ്മളിപ്പോ വായിച്ച ദൈവമാണ് എന്നെ ഭരമേൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് അവിടെ വേറൊരു ഗോസ്പലുമായിട്ട് അകത്ത് കയറിയ വേറൊരു ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഈ എഴുതപ്പെട്ട തിരുവെഴുത്തിന് വെളിയിൽ ആരെങ്കിലും ദൈവത്തിന്റെ ഇൻസ്പയേർഡ് സ്ക്രിപ്ചറിന് തുല്യമായിട്ട് പറഞ്ഞാൽ അത് വേറൊരു ഗോസ്പലാണ്. ഇത് 2-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങനെ ഒരു പഠിപ്പിക്കൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ 66 പുസ്തകത്തിന്റെ പുറത്ത് ദൈവീക വെളിപ്പാടുകൾ ഉണ്ട്. അതിനവര് ഞാൻ സൺഡേ പറയണമെന്ന് ഓർത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് പറയാം. സഭ ആരംഭിച്ചപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് വായിക്കുന്നല്ലോ ആക്ട്സ് ചാപ്റ്റർ 2-നകത്ത്. ഇന്ന് ആ കൾട്ടുകളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ അപ്പോസ്തലന്മാരാണ്, അതുകൊണ്ട് ഇപ്പോൾ ലൈവായിട്ട് വരുന്ന വെളിപ്പാടുകൾ തിരുവെഴുത്തിന് തുല്യമാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. മനസ്സിലാവുന്നോ? എത്ര ഡേഞ്ചറാന്നറിയാമോ? പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം തെറ്റിപ്പോകുന്നു. അത് വളരെ ഈ സന്ദേശങ്ങൾ കേട്ട് ഡിസീവ്ഡ് ആകുന്ന ആളുകൾ ശുദ്ധന്മാരാണ്, പച്ചപ്പരമാർത്ഥികളാണ്. പക്ഷേ പച്ചപ്പരമാർത്ഥികളാന്ന് പറഞ്ഞാലും നമ്മള് എന്താ പറയുക, പോയിസൺ കഴിച്ചാൽ ദാഹിച്ചപ്പോ കുടിച്ചത് പോയിസൺ ആയിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, ആള് ചത്തുപോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പോൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് ഒരല്പം ഫീലിംഗ്സ് തൃപ്തി കിട്ടുന്ന കുറച്ച് കാര്യമൊക്കെ പറയുന്ന ആളുകൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്നാണ് ഗലാത്യ ലേഖനം 1:10 പറയുന്നത്.
അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ട്രൂത്ത് പറയണം, ദൈവവചനം പറയണം. ഒരു കൺസെഷനും ആ കാര്യത്തിൽ പാടില്ല. അപ്പോസ്തലൻ പറയുകയാണ്, ഗലാത്യയിലെ സഭകൾ, അത് ഒരു സഭയല്ല, ആ പ്രോവിൻസിലുള്ള പല സഭകളുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത്ര സഭകൾക്ക് വേണ്ടി ഒരെഴുത്തെഴുതിയവ പറയുക, ഞാൻ ഇന്നും നിങ്ങളെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ, ഇന്നും ഇതിനകത്ത് കടന്നു വന്ന് വ്യാജം പഠിപ്പിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ, സപ്പോർട്ട് ചെയ്യണ്ട, സൈലന്റ് ആയിട്ടിരിക്കുന്നു എങ്കിൽ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണ് ഈ ശുശ്രൂഷ ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനല്ല. അപ്പോസ്തലന്റെ വാക്ക് കണ്ടോ, ഞാന് മനുഷ്യരെയല്ല ദൈവത്തെ അത്രേ പ്രസാദിപ്പിക്കുന്നു. ഇനിയും ഒരു രസകരമായ ഒരു വാക്യമുണ്ട്. അപ്പോൾ ഒരു വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത്. നിങ്ങൾ ആ വാക്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ 1 കൊരിന്ത്യർ 10:33, അതിന്റെ അവസാന വാക്യത്തിനകത്ത് 1 കൊരിന്ത്യർ 10, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10:33 എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? ലാസ്റ്റ് വാക്യം, ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം കൂടെ, അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഇത് ഈ എന്താ പറയുക, ഇത് ഗോസ്പല് പ്രസംഗിച്ച് പ്രസാദിപ്പിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഇതിന്റെ കോണ്ടസ്റ്റ് വായിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യണമെന്നാണ് മേളിൽ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഒരാള് എല്ലാം ഉണ്ടെങ്കിലും പോൾ പറയാം, ഞാൻ ഒന്നുമില്ലാത്തവനെ പോലെ, ഞാൻ ദരിദ്രനെങ്കിലും അനേകരെ സമ്പന്നനാക്കുന്നവനെ പോലെ. ആ വാക്കുകളുടെ ആ യൂസേജിന്റെ അർത്ഥം, ഞാൻ എൻ്റെ ബെനഫിറ്റും എൻ്റെ പ്രോഫിറ്റും ഒക്കെ വേണ്ടെന്ന് വെക്കുകയാണ്. എന്തിനാ? ഒരുത്തനെ കർത്താവിലേക്ക് നേടാനായിട്ട്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. എൻ്റെ ലാഭം, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ വേറൊരുത്തനെ പ്രസാദിപ്പിക്കാനായിട്ട് വേണ്ടെന്ന് വെക്കുന്നു. എൻ്റെ പർപ്പസ് എന്താണ്? അവനും കർത്താവിനെ അറിയണം. അതാണ് ആ വാക്കിന്റെ അർത്ഥം. നോക്കിയേ, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് ഞാൻ അവരുടെ ഗുണം തന്നെ എന്ന് പറഞ്ഞാൽ, അവരുടെ ഗുണം, അവർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമല്ലായിരിക്കും, അത് പക്ഷെ എനിക്ക് ഇഷ്ടമായിരിക്കും. ഞാൻ എൻ്റെ ഇഷ്ടത്തെ സാക്രിഫൈസ് ചെയ്യുന്നു. അതെനിക്ക് നഷ്ടമായിരിക്കാം, എങ്കിലും ഞാനത് സാക്രിഫൈസ് ചെയ്യുന്നു. എൻ്റെ ബെനഫിറ്റിനെ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. എന്തിനാ? അവരെയും രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി. ഇത് നമുക്കും വേണ്ടതാ കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കണം, ചിലരെ കർത്താവിലേക്ക് നടത്താനായിട്ട്. ഐ മൈറ്റ് വിൻ സം, എനിക്ക് ചിലരെ നേടേണ്ടതിനായിട്ട്. ഈ 1 കൊരിന്ത്യർ 9:19 മുതല് ആ ഒരു കാര്യം തന്നെയാണ് അപ്പോസ്തലൻ പറയുന്നത്. 1:19 ഇങ്ങനെ വായിക്കുന്നേ, ഇങ്ങനെ ഞാൻ കേവല സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. അന്നേരം മറ്റുള്ളവർക്ക് പ്രസാദമായല്ലോ, ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയാണ്, യഹൂദന് പ്രസാദമായല്ലോ. ലക്ഷ്യം അവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ പോലെയാണ്. യഹൂദന് സന്തോഷമായി, പക്ഷെ ലക്ഷ്യം അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ, ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആയി. അന്നേരം അവർക്കും സന്തോഷമായി, യഹൂദനും സന്തോഷമായി, ജാതിയനും പ്രസാദമായി, പ്രോസലൈറ്റ് ജൂവിനും പ്രസാദമായി. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഐ മൈറ്റ് വിൻ സംവൺ ഫോർ ക്രൈസ്റ്റ്. എത്ര മനോഹരമാണല്ലേ ആ വാക്യങ്ങളൊക്കെ, എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് ആ വാക്യം തീർക്കാനായിട്ട് ഇന്ന് കഴിയത്തില്ല. ഞാൻ ഇന്ന് അതിന്റെ 6 വാക്യങ്ങൾ തീർക്കണമെന്ന് ഓർത്താണ് ഇരുന്നത്. എങ്കിലും 4 വാക്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. 5-ാമത്തെ വാക്യം, 4-ാമത്തെ തന്റെ അക്കൗണ്ടബിലിറ്റിയുടെ കണ്ടിന്യൂവേഷൻ ആണ്. ഞങ്ങളുടെ ഹൃദയത്തെ ദൈവം അറിയുന്നതുകൊണ്ട്
ദൈവം ഞങ്ങളെ സർവജ്ഞാനിയായ ദൈവത്തിന് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും അവന്റെ മുന്നിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു എന്ന തിരുവെഴുത്തിനെ പറ്റി വളരെ വ്യക്തമായ ബോധ്യമുള്ള അപ്പോസ്തലൻ പറയുക, നിങ്ങൾ അറിയും പോലെ ഇത് അവർക്കറിയാം. മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ പ്രയോഗമോ ഉപായമോ ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. കാരണം ദൈവമായിരുന്നു ഞങ്ങളുടെ രക്ഷ. ഇവിടെ തന്റെ 3 ഡിനയലുണ്ട്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. തന്റെ ടെനാസിറ്റി, തന്റെ ഇന്റഗ്രിറ്റി, തന്റെ അതോറിറ്റി, തന്റെ അക്കൗണ്ടബിലിറ്റി. ഇങ്ങനെ വളരെ വിശ്വസ്തമായ ദൈവപ്രസാദകരമായ ഒരു ജീവിതം നയിക്കണം. മനുഷ്യരെ പ്രസാദിപ്പിക്കരുത്, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഒരൊറ്റ എക്സെപ്ഷൻ, ഒരുവനെ ക്രിസ്തുവിന് വേണ്ടി നേടേണ്ടതിന് അവൻ ചിലപ്പോൾ വെജിറ്റേറിയൻ ആയിരിക്കാം, ഞാൻ നോൺ വെജ് ആണ്. അവന് വേണ്ടി ഞാൻ ആ നോൺ വെജ് മാറ്റി വെക്കുകയാണ്. അത് അവന് പ്രസാദമാണ്. മനസ്സിലാവുന്ന? അത് ഡോക്ടറിന്റെ കാര്യമല്ല. അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ 1 കൊരിന്ത്യർ 9 വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. അതുകൊണ്ട് വല്ലവിധേനയും ഒരുവനെ രക്ഷിക്കേണ്ടതിന് ഞാൻ അവനെ പ്രസാദിപ്പിക്കും. അത് അപ്പുറത്തെ സൈഡിൽ കിടന്നോട്ടെ. എങ്കിലും എപ്പോഴും ഈ ഒരു പ്രിൻസിപ്പിൾസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നമ്മൾ വിജയിക്കും, അനുഗ്രഹിക്കപ്പെടും, തിരുനാമം നമ്മളിലൂടെ മഹത്വപ്പെടും, ദൈവരാജ്യം നമ്മളിലൂടെ വളരും. ഈ തിരുവെഴുത്തിനാൽ ദൈവം നമ്മളെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് നമുക്കെപ്പോഴും ദൈവം കൃപ നൽകട്ടെ, ധാരാളമായിട്ട് കൃപ നൽകട്ടെ. ഈ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മളെ തെളിഞ്ഞ് കൊള്ളാവുന്നവരായി കണ്ട് നമ്മുടെ മേൽ ഈ ശുശ്രൂഷ പകർന്ന പോലെ അധികമായിട്ട് കൃപകളെ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.